ഇന്ത്യയുടെ ചരിത്രത്തിൽ രക്തസിന്ദൂരം കൊണ്ട് എഴുതപ്പെട്ട പേരാണ് കൊണ്ടപ്പള്ളി സീതാരാമയ്യ. രാജ്യത്തെ തന്നെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്, നക്സലൈറ്റ് നേതാവ്, മാവോയിസ്റ്റ് നേതാവ്, പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ, സ്വാതന്ത്ര്യത്തിൻ്റെ മുൻപും അതിനുശേഷവും രാജ്യത്തെ വിറപ്പിച്ച വിപ്ലവ നേതാവ്. കൊണ്ടപ്പള്ളി സീതാരാമയ്യയുടെ ജീവിതം രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, വിപ്ലവ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് പലതവണ പല രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. പലർക്കും നന്നായി അറിയാം കൊണ്ടപ്പള്ളി സീതാരാമയ്യയെക്കുറിച്ച്. ഇന്നും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ശരീരത്തിലൂടെ ഒരു വിറ കടന്നുപോകും. അത്രമാത്രം ഈ രാജ്യത്തെ പേടിപ്പിച്ചിട്ടുണ്ട്. നക്സലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പുതിയ വിപ്ലവത്തെപ്പറ്റി സ്വപ്നം കാണിപ്പിച്ചിട്ടുണ്ട്, വിമോഹിപ്പിച്ചിട്ടുണ്ട്. പുതിയ സ്വാതന്ത്ര്യത്തെപ്പറ്റി, സമത്വ സുന്ദര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ പറ്റി സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് സീതാരാമയ്യ. എന്നാൽ സീതാരാമയ്യയുടെ ജീവിതത്തെ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടത് ഈ ചരിത്രകാരന്മാരോ രാജ്യമോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന കൊണ്ടപ്പള്ളി കോടേശ്വരമ്മയാണ്. കോടേശ്വരമ്മയ്ക്ക് എന്ത് പറയാനുണ്ട് എന്ന് 2012 വരെ രാജ്യം കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. 2012 തൻ്റെ 92-ാം വയസ്സിൽ കൊണ്ടപ്പള്ളി കോടേശ്വരമ്മ തൻ്റെ പുസ്തകം എഴുതി, തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം. എങ്ങനെ തൻ്റെ പുസ്തകം എഴുതണം, എങ്ങനെ തൻ്റെ കഥ പറയണം എന്ന് കോടേശ്വരമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? അവരുടെ കൊച്ചുമക്കളാണ് അമ്മൂമ്മയോട്, മുത്തശ്ശിയോട് പറഞ്ഞത്, പഴയ കാലത്തിലേക്ക് മുത്തശ്ശി തിരിഞ്ഞു നോക്കുക. അപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി അടർന്നു വീണുകൊണ്ടിരിക്കും. ആ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് അമ്മൂമ്മ സ്വന്തം ജീവിതത്തിൻ്റെ കഥ പറയുക. ആ കഥയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ പറഞ്ഞത്, ആ വാക്കുകൾ കൃത്യമായി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയാണ് കോടേശ്വരമ്മ എഴുതാനിരുന്നത്. തൻ്റെ കണ്ണുനീര് കൊണ്ട് തന്നെയാണ്. ആ കണ്ണുനീരിൽ പലപ്പോഴും രക്തം കൂടി കലർന്നിരുന്നു. ആ രക്തത്തിൻ്റെ കൂടെ കലർപ്പിലാണ് കോടേശ്വരമ്മ തൻ്റെ ജീവിതം എഴുതിയത്. നിർജ്ജന വാരിധി എന്ന പേരിൽ. ആളൊഴിഞ്ഞ പാലം, ഉപേക്ഷിക്കപ്പെട്ട പാലം. ആ പാലത്തിലൂടെ പലരും പുതിയ കാലത്തിലൂടെ കടന്നുപോയി. പുതിയ കാലത്തിൽ നിന്നും പഴയ കാലത്തിലേക്കും പോയി. എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ കടമ നിറവേറ്റി കഴിഞ്ഞപ്പോൾ, കമ്മ്യൂണിസ്റ്റ്, നക്സലൈസ്റ്റ്, മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൽ നിന്നും നിഷ്ക്രമിച്ചപ്പോൾ ആ പാലം ആർക്കും വേണ്ടാതായി. അത് ആളൊഴിഞ്ഞു. പഴയ കാലത്തിന് വേണ്ട, പുതിയ കാലം അത് ആഗ്രഹിക്കുന്നുമില്ല. ആ പാലത്തിൽ കോടേശ്വരമ്മ തനിച്ചായിരുന്നു. കൊണ്ടപ്പള്ളി സീതാരാമയ്യയ്ക്കൊപ്പമുള്ള തൻ്റെ ജീവിതം ഓർത്തെടുക്കുകയാണ് നിർജ്ജന വാരിധിയിൽ ആളൊഴിഞ്ഞ പാലത്തിൽ കോടേശ്വരമ്മ. കൊണ്ടപ്പള്ളി സീതാരാമയ്യയ്ക്കൊപ്പമുള്ള നക്സൽ ജീവിതം എന്ന പേരിൽ മലയാളത്തിലും ആ പുസ്തകം എത്തിയിരിക്കുന്നു. വി രാധാമണി കുഞ്ഞമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. കൊണ്ടപ്പള്ളി സീതാരാമയ്യയ്ക്കൊപ്പമുള്ള കോടേശ്വരമ്മയുടെ ജീവിതം. സമ്പന്നമായ ഒരു കർഷക കുടുംബത്തിലാണ് കോടേശ്വരമ്മ ജനിക്കുന്നത്. എന്നാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഭർത്താവായി ലഭിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം കോടേശ്വരമ്മ തൻ്റെ വിപ്ലവ ജീവിതം തുടങ്ങുന്നു. പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അനേക വർഷങ്ങളോളം പല സ്ഥലങ്ങളിലായിട്ട് ഒളിവിൽ കഴിയേണ്ടി വന്നു. പോലീസിനെ ഭയന്ന് ജീവിക്കേണ്ടി വന്നു. രഹസ്യ ജീവിതം തന്നെ നയിക്കേണ്ടി വന്നു. പ്രവാസ ജീവിതം തന്നെ നയിക്കേണ്ടി വന്നു. ഒട്ടേറെ കഷ്ടപ്പാടുകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ അതൊന്നും കോടേശ്വരമ്മയെ വിഷമിപ്പിച്ചില്ല, ദുഃഖിപ്പിച്ചില്ല. ആരുടെയും സഹതാപം കോടേശ്വരമ്മയ്ക്ക് വേണ്ടിയിരുന്നില്ല. കാരണം രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, പുതിയ സ്വാതന്ത്ര്യത്തിനും പുതിയ പ്രഭാതത്തിനും വേണ്ടിയാണ് താൻ പോരാടുന്നത് എന്ന് കോടേശ്വരമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ താൻ വിശ്വസിച്ച് താൻ ആരുടെ കൈപിടിച്ചാണോ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയത്, അതേ സീതാരാമയ്യ തന്നെ, അതേ വിപ്ലവ സൂര്യൻ തന്നെ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിതം തുടങ്ങിയപ്പോൾ
കോടീശ്വരമ്മ തളർന്നുപോയി. ഒരിക്കൽ അവർ അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. അന്ന് ആ വിപ്ലവകാരി പറഞ്ഞ വാക്കുകൾ അവരെ കൂടുതൽ വേദനിപ്പിച്ചു. ഒരിക്കൽ നീ ഒരു വിധവയായിരുന്നു, എന്നിട്ടും ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, നിനക്ക് സമൂഹത്തിൽ അംഗീകാരം നേടിത്തന്നു. അതാണ് സീതാരാമയ്യ പറഞ്ഞത്. കോടീശ്വരമ്മ ചെറുപ്പത്തിൽ, അതായത് ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപ്, ഒരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് അവരുടെ വിവാഹം വീട്ടുകാർ നടത്തിയിരുന്നു, അമ്മാവനുമായിട്ട്. ഏതാനും വർഷങ്ങൾക്കകം ആ അമ്മാവൻ മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാലത്ത് പോലും കോടീശ്വരമ്മ ഒരു കൊച്ചു പെൺകുട്ടി മാത്രമാണ്, സ്കൂളിൽ പോലും പോകാത്ത കൊച്ചു പെൺകുട്ടി. അത്രമാത്രം ചെറുപ്പത്തിലാണ് അവരുടെ ആദ്യത്തെ വിവാഹം നടത്തിയത്. ആ വിവാഹത്തെയും വൈധവ്യത്തെയും കുറിച്ചാണ് സീതാരാമയ്യ പറഞ്ഞത്. നീ ഒരു വിധവയായിരുന്നു, എന്നിട്ടും ഞാൻ നിനക്ക് പുതിയൊരു ജീവിതം തന്നു. അത് മറ്റൊരു സ്ത്രീക്കൊപ്പം പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒഴിവ് കഴിവായിട്ട് കോടീശ്വരമ്മ എടുക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ കോടീശ്വരമ്മ അതിന് തയ്യാറായില്ല. സ്വന്തം ജീവിതം അവർ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. 36 വർഷത്തിന് ശേഷം ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ ജീവിതത്തിൽ നിന്നും തൻ്റെ കാലം കഴിഞ്ഞു. താൻ ഇതുവരെ ആടിക്കൊണ്ടേയിരുന്ന തൻ്റെ നാടകം, തൻ്റെ ജീവിത നാടകം അവസാനിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ സീതാരാമയ്യ ആഗ്രഹം പ്രകടിപ്പിച്ചു കോടീശ്വരമ്മയെ കാണാൻ. എന്നാൽ കോടീശ്വരമ്മ അതിന് തയ്യാറായില്ല. തൻ്റെ അടുത്തു വന്ന് സീതാരാമയ്യയുടെ ആഗ്രഹം പറഞ്ഞ സഖാക്കന്മാരോട് ഉറച്ച ശബ്ദത്തിൽ കോടീശ്വരമ്മ പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കൽ പോലും എന്നോടിങ്ങനെ പറയരുത്. 36 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും സീതാരാമയ്യയെ കാണുക എന്ന് വെച്ചാൽ അത് ഈ ലോകത്തെ നീതി കിട്ടാത്ത മുഴുവൻ സ്ത്രീകൾക്കുമെതിരെയുള്ള പ്രവൃത്തിയാണ്. വിശ്വസ്തയായ ഭാര്യയെപ്പോലെ, ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ജീവിക്കുന്ന കുലസ്ത്രീയെപ്പോലെ ഞാൻ സീതാരാമയ്യയെ കാണാൻ പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളാണ് എന്നെ തടയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് തടയേണ്ടത്, സഖാക്കന്മാരാണ് തടയേണ്ടത്. അതിനു പകരം എല്ലാം മറക്കണം, എല്ലാം പൊറുക്കണം എന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു. എനിക്ക് മറക്കാനാവില്ല, എനിക്ക് പൊറുക്കാനാവില്ല. എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, എനിക്ക് സ്വാതന്ത്ര്യം ഒന്നേ ഉള്ളൂ, എനിക്ക് വിമോചനം ഒന്നേ ഉള്ളൂ. അവിടെ അതിനെ എതിർക്കുന്ന മുഴുവൻ ശക്തികളെയും ഞാൻ തള്ളിപ്പറയും എന്ന് കോടീശ്വരമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ആ ഉറപ്പിൻ്റെ ബലമാണ്, ആത്മബലമാണ് സീതാരാമയ്യയ്ക്കൊപ്പമുള്ള നക്സൽ ജീവിതം രേഖപ്പെടുത്തുന്ന ഈ പുസ്തകത്തിൻ്റെ കരുത്ത്. ആശ്വാസത്തോടെ അലസമായിട്ട് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു ഇതിഹാസം പോലെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, വേട്ടയാടുന്ന പുസ്തകമാണ് കോടീശ്വരമ്മ എഴുതിയിരിക്കുന്നത്. കണ്ണുനീരും രക്തവും കൊണ്ട് അക്ഷരാർത്ഥത്തിൽ എഴുതിയ ആ ജീവിതം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇതിഹാസ തുല്യമായ ഒരു ജീവിതത്തിൻ്റെ അവശേഷിപ്പാണിത്, ബാക്കി പത്രമാണിത്, തിരുശേഷിപ്പാണിത്. ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന്. സീതാരാമയ്യയിൽ കോടീശ്വരമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്, കരുണയും ചന്തുവും. ചന്തു പിതാവിനെ പോലെ തന്നെ, മാതാവിനെ പോലെ തന്നെ വിപ്ലവ പാതയിലേക്ക് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. 1972 മെയ് മാസത്തിൽ കുറച്ച് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന മട്ടിൽ ചന്തുവിനെ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സാധാരണഗതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയാൽ 2-3 ദിവസത്തിനു ശേഷം തിരിച്ചെത്താറുണ്ട്. എന്നാൽ ആ യുവാവ് 2 ദിവസത്തിനു ശേഷവും തിരിച്ചെത്തിയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് വസ്ത്രങ്ങളും ചെരുപ്പും മറ്റുമായി പോലീസുകാർ വീട്ടിൽ വന്ന് കാണിച്ചു. ഇതൊക്കെ ചന്തുവിൻ്റെ തന്നെ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. പക്ഷേ ആ വസ്ത്രങ്ങളോ ചെരുപ്പോ ചന്തുവിൻ്റെ ആയിരുന്നില്ല. അതൊരാൾ പോലും അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് ചന്തുവിനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും ആർക്കും ലഭിച്ചില്ല. നിങ്ങൾ ചന്തുവിനെ ഒളിപ്പിച്ചിരിക്കുന്നു, അവനെ ഇല്ലാതാക്കിയിരിക്കുന്നു, എന്നിട്ട് അവനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ നടിക്കുന്നു. അതാണ് കുടുംബം അന്ന് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത്. അധികാരത്തിൻ്റെ അശ്ലീലതയുടെ ഇരയായി ചന്തു മാറ്റപ്പെടുകയായിരുന്നു. പിന്നെ ചന്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു വന്നില്ല. കൊണ്ടപ്പള്ളി ചന്ദ്രശേഖർ എന്ന യുവാവിൻ്റെ അവസാനമായിരുന്നു അത്. ഒരു ചിത്രം പോലും അമ്മയ്ക്ക് ലഭിച്ചില്ല, ഒരു വസ്ത്രം പോലും ലഭിച്ചില്ല,
ഓർമ്മ വെക്കാൻ അവൻ്റെ ജീവിതവും വിപ്ലവ പ്രവർത്തനങ്ങളും മാത്രമായിരുന്നു കോടേശ്വരമ്മയ്ക്ക് ബാക്കി. ആന്ധ്രയിലെ പത്രങ്ങൾ പിന്നീട് ചന്തുവിനെ പറ്റി ആന്ധ്ര രാജൻ എന്നാണ് എഴുതിയത്, വിശേഷിപ്പിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസുകാരാൽ കൊല്ലപ്പെട്ട രാജൻ എന്ന യുവാവിനെ പോലെ തന്നെ കോടേശ്വരമ്മയ്ക്ക് നഷ്ടപ്പെട്ടതാണ് മകനെ. മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയത്തിൻ്റെ ഇരയായിരുന്നു കോടേശ്വരമ്മ. പലപ്പോഴും അവർ പാർട്ടിയിലെ പുരുഷാധിപത്യത്തെ പറ്റി പറയുന്നുണ്ട്, പുരുഷാധിപത്യത്തിനെതിരെ കലമ്പുന്നുണ്ട്, പാർട്ടിയിലും ജാതിയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സ്വന്തം ജീവിതകാലത്ത് തന്നെ 2 മക്കളുടെയും അകാല മരണം അവർക്ക് കാണേണ്ടി വന്നു. സ്വന്തം അമ്മയുടെ മരണവും കാണേണ്ടി വന്നു. മരിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞത്, എനിക്കാകെ ബാക്കിയുള്ളത് 2000 രൂപ മാത്രമാണ്. ഈ 2000 രൂപ തല്ലിപ്പിരിഞ്ഞ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമായിട്ട് വീതിച്ച് നൽകണം എന്നാണ്. കോടേശ്വരമ്മ ചോദിക്കുന്നുണ്ട്, 2 പാർട്ടികളല്ല, ഇപ്പോൾ ഏകദേശം 7 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും നിലവിലുണ്ട്. ഇതിൽ ഏത് പാർട്ടികൾക്കാണ് ഈ 2000 രൂപ ഞാൻ വീതിക്കേണ്ടത്? ഇതിൽ ഏത് പ്രത്യയശാസ്ത്രമാണ്, ഇതിൽ ഏത് വിപ്ലവ പാർട്ടിയാണ് വിമോചനം കൊണ്ടുവരാൻ പോകുന്നത്, വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നത്? അതിനാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഓരോ മെയ് ദിനത്തിലും അഖില ലോക തൊഴിലാളികളോട് സംഘടിക്കാൻ പറയുന്ന നേതൃത്വത്തോട് കോടേശ്വരമ്മ പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ സംഘടിക്കുക, ഒറ്റ കൊടിയുടെ കീഴിൽ അണിനിരക്കുക, ഒരൊറ്റ മുദ്രാവാക്യത്തിൽ അഭിമാനിക്കുക, എന്നിട്ട് മുന്നോട്ട് നടക്കുക. ഞങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം വരാം, പക്ഷേ ആദ്യം നിങ്ങൾ സംഘടിക്കണം. തൊഴിലാളികളല്ല സംഘടിക്കേണ്ടത്, നേതൃത്വമാണ് സംഘടിക്കേണ്ടത്. ആ ആഹ്വാനം അന്നോ ഇന്നോ ഒരാൾ പോലും ചെവിക്കൊണ്ടിട്ടില്ല. ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കോടേശ്വരമ്മയ്ക്ക്. ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഭർത്താവ് തന്നിൽ നിന്നും അകന്നു, മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മക്കൾ അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്വന്തമായി അധ്വാനിക്കാൻ അപ്പോഴും കോടേശ്വരമ്മ മടിച്ചില്ല. ഒട്ടേറെ ജോലികൾ ചെയ്ത് പലതും സാമൂഹിക പരിഷ്കരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു, സമൂഹത്തിന് വേണ്ടി ഉതകുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവൃത്തികളിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ ദുഃഖവും നൈരാശ്യവും വേദനകളും അവർ മറന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല പലവട്ടം. അപ്പോഴൊക്കെ അവരെ ജീവിതം തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നു, ഒരുപക്ഷെ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയാണ്. കാരണം ജീവിതത്തിലെ നിരാശയ്ക്കുള്ള മറുമരുന്നാണ് ഈ പുസ്തകം. ജീവിതത്തിലെ വിഷാദത്തിനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ് ഈ പുസ്തകം. ഇതിലെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ, ഇതിലെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ഇങ്ങനെയുള്ള എണ്ണമറ്റ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ലഭിക്കുന്നത്. കോടേശ്വരമ്മ പലപ്പോഴും ഒരു കവിത ഓർക്കാറുണ്ട്. ഈ തണുത്ത കടൽക്കാറ്റിനിടയിൽ എത്രമാത്രം അഗ്നി ഒളിച്ചിരിക്കുന്നു, ഈ ഇരുണ്ട ആകാശത്തിന് പിന്നിൽ എത്രമാത്രം സൂര്യന്മാർ ഒളിച്ചിരിക്കുന്നു. കോടേശ്വരമ്മയെക്കുറിച്ചും ഇത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കൊണ്ടപ്പള്ളി സീതാരാമയ്യ ഇന്ന് കാലാഹരണപ്പെട്ട വ്യക്തിയാണ്, കഴിഞ്ഞുപോയ വിപ്ലവത്തിൻ്റെ ഭാഗം മാത്രമാണ്. എന്നാൽ കോടേശ്വരമ്മ ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടി വഴികാട്ടുന്ന വിപ്ലവ നക്ഷത്രമാണ്. കണ്ണീരുകൊണ്ടാണെങ്കിലും ആ ജീവിതത്തിന് മുമ്പിൽ റെഡ് സല്യൂട്ട്.